സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ദുൽഖർ സൽമാനെയും മമ്മൂക്കയും ചാത്തൻ വിടാതെ പിന്തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വീഡിയോയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ദുൽഖർ സൽമാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമയിൽ ദുൽഖറിന്റെ കഥാപാത്രം ഒരു ചാത്തനായിട്ടാണെന്നും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു കലാകാരൻ അദ്ദേഹം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നതും ഒരു ചാത്തൻ വേഷമാണെന്നും ഈ ചാത്തന്റെ വിടാതെയുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനെ, അതായത് ദുൽഖർ സൽമാനെയും മമ്മൂക്കയുടെയും കുടുംബത്തിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നുമാണ് പല ആളുകളും പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ വാസ്തവം? ശരിക്കും ചാത്തൻ സേവയിൽ കൂടി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനും ദുൽഖർ സൽമാനും ഒക്കെ സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂടോത്രം ചെയ്ത് മുന്നിലേക്ക് വന്നതാണോ, അതോ ഈ ചാത്തന്മാരുടെ സേവ ചെയ്തതിൽ കൂടിയാണോ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടുന്നതും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടന് വലിയ സ്വീകാര്യത കിട്ടുന്നതും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടന്റെ അസുഖങ്ങളെല്ലാം ഭേദമായി അദ്ദേഹം എപ്പോഴും യൗവനമായിട്ടും ഒക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ ഏതൊക്കെ ചാത്തന്മാരാണ് കളിക്കുന്നതെന്നുള്ളതും ഏതൊക്കെ ചാത്തന്മാരുടെ ഇടപെടലുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതെന്നുള്ളത് ചില ചാത്തനും കൂട്ടരും ഒക്കെ ജയിലിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ആ ചാത്തന്മാരെ സംരക്ഷിക്കാൻ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും കാണില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ദുൽഖർ സൽമാന് എതിരെ വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഇതിപ്പം ഒന്നും രണ്ട് വിഷയമല്ല, മൂന്നാമത്തെ വിഷയമാണ്. ആദ്യത്തെ വിഷയം ഏതാണ്? ഹവാല ഇടപാടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു വാഹനം ഇന്ത്യയിലേക്ക് കടത്തി. അതായത് ഭൂട്ടാനിൽ നിന്നും വാഹനം എടുത്തുകൊണ്ട് വന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത് കള്ളത്തരങ്ങൾ കാണിച്ച് നികുതി വെട്ടിപ്പ് കാണിച്ചു. രണ്ട്, ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ അയാളുടെ ഉപജീവന മാർഗത്തിനായിട്ട് അയാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു കേറ്ററിംഗ് സർവീസാണ്. അയാള് ഒരു ദുൽഖർ സൽമാനോടുള്ള വിശ്വാസ്യത മൂലം അമിത വില കൊടുത്ത് 1 കിലോ അല്ലെങ്കിൽ 1 ചാക്ക് അരി എടുക്കുകയും ആ അരി വെച്ച് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുകയും ആ ബിരിയാണി കഴിച്ച എല്ലാ ആളുകൾക്കും വയറിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം എല്ലാ ആളുകളും ഹോസ്പിറ്റലിലാവുന്ന ഒരു വിഷയമുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴും അയാളും ഒരു പരാതി കൊടുത്തു. അത് ഈ പറയുന്ന റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ആണ് ആ ഒരു അരി, ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ദുൽഖർ സൽമാൻ, അല്ലാതെ അതിന്റെ കുക്കോ അല്ലെങ്കിൽ ചാക്കടിച്ച് പ്രിന്റ് ചെയ്ത് വിടുന്ന ആളോ ഒന്നുമല്ല ദുൽഖർ സൽമാൻ. ഒരു ബ്രാൻഡ് അംബാസഡർ മാത്രമാണ്. അപ്പൊ ആ ബ്രാൻഡ് അംബാസഡറിന്റെ പേരിലും ആ ഒരു കമ്പനിയുടെ എല്ലാവരുടെയും പേരിലൊക്കെ ഒരു പരാതി അങ്ങോട്ട് അയച്ചു. ഇപ്പൊ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ ദുൽഖർ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ ആയിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര ശാലയിൽ അല്ലെങ്കിൽ പരിഹാര കമ്മീഷനിൽ പോയി ഹാജരാവണം. അപ്പൊ അങ്ങനെ ദുൽഖർ സൽമാനുള്ള ഒരു പരാതി രണ്ടാമത്തെ ഘട്ടവും വന്നു. പിന്നെ ദുൽഖർ സൽമാന്റെ വേഫെറർ ഫിലിംസിന്റെ അണ്ടറിൽ പീഡനം നടക്കുന്നുള്ള ഒരു പരാതിയും പോയി. അതും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ വിഷയങ്ങൾക്കെല്ലാം പിന്നാലെയാണ് ഇന്നിപ്പോ പുതിയൊരു വിഷയം വന്നിരിക്കുന്നത്. ആ വിഷയം എന്താണെന്നുള്ളത് വാർത്ത പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ദുൽഖർ സൽമാനും കാന്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും നോട്ടീസ് അയച്ച ചെന്നൈ കോടതി ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട പഴയകാല നടനായ MK ത്യാഗരാജ ഭാഗവതരുടെ മകളുടെ പേരക്കുട്ടിയാണ് കോടതിയെ സമീപിച്ചത്. സിനിമയിൽ MK ത്യാഗരാജ ഭാഗവതരെ അപകീർത്തികരമായി ചിത്രീകരിച്ചുവെന്നാണ് ആരോപണം. കുടുംബാംഗങ്ങളുടെ രേഖാമൂലമുള്ള അനുമതി തേടേണ്ടിയിരുന്നു. കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയെങ്കിൽ കൂടി ആളുകൾക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തരത്തിലാണ് കഥാപാത്രത്തെ തയ്യാറാക്കിയിരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മറുപടി പറയാൻ ആവശ്യപ്പെട്ട് ദുൽഖർ അടക്കമുള്ളവർക്ക് ചെന്നൈ കോടതി നോട്ടീസ് അയച്ചത്. ഈ മാസം 18-ന് കോടതി വീണ്ടും പരിഗണിക്കും. 14-നാണ് ചിത്രത്തിന്റെ റിലീസ്. ത്യാഗരാജ ഭാഗവതരുടെ ബയോപിക് അല്ല കാന്തയെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുഹൃത്തുക്കളെ, കണ്ടില്ലേ? നമുക്കറിയാം ദുൽഖർ സൽമാന് ഈ ഒരു വർഷമായിട്ട് മുഴുവനും കോടതി കേസ്, പോലീസ് വിഷയങ്ങൾ, ന്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ദുൽഖർ സൽമാനും അതേപോലെ തന്നെ മമ്മൂക്കയും ഒക്കെ കടന്നു പോകുന്നത്. എന്നാൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ എത്തുന്നുണ്ടോ? എങ്ങും എത്തുന്നില്ല. കാരണം അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിനെയൊക്കെ ഏതൊക്കെ രീതിയിൽ തട്ടിക്കളയാം എന്നുള്ളത് നല്ല രീതിയിൽ ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് മമ്മൂക്കയും ദുൽഖർ സൽമാനും. നമുക്കറിയാം ഈ ചാത്തനെ വെച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതെന്ന് പല ആളുകളും പറയുമ്പോൾ ഇത് ഏത് ചാത്തനാണെന്നുള്ളത് നമ്മൾ എടുത്തു ചോദിക്കണം. ഞാൻ ഈ ത്യാഗരാജ അദ്ദേഹം പറഞ്ഞൊരു പരാതിയിൽ ഞാൻ സംഘികളെ അങ്ങോട്ട് വലിച്ചിടുന്നില്ല. കാരണം അദ്ദേഹം ഒരു സംഘി ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല. ഈ കാന്ത എന്ന് പറയുന്ന സിനിമയുടെ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ബയോപിക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ പരാമർശിച്ചിരിക്കുന്നത് ഇയാളെ പറ്റി അല്ല, അങ്ങനെ ഒരു കാര്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് സിനിമയിൽ പറഞ്ഞിരിക്കെ അവരുടെ കുടുംബം അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് പോയിരിക്കണം. നമുക്കറിയാം വേടൻ ഒരു പാട്ട് പാടുമ്പോൾ അത് ഞങ്ങളെ പറ്റിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സംഘികൾ. അങ്ങനെ
ചിന്തിക്കുന്നതിൽ കൂടി വേടനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ വേടൻ അവർക്കെതിരെയും വീണ്ടും ഒരു പാട്ട് പാടും. ഈ നോർമലി ഉള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും എതിരെയാണ് വേടൻ പാടുന്നതെങ്കിലും സംഘീപുത്രന്മാരുടെയും സംഘീപുത്രികളുടെയും മാമന്മാരുടെയും മാമച്ചികളുടെയും ഒക്കെ മനസ്സിലെ ചിന്താഗതി അത് എന്നെയാണല്ലോ പറയുന്നത്, എന്റെ പാർട്ടിയാണല്ലോ പറയുന്നത്, എന്റെ നരേന്ദ്രമോദിയാണല്ലോ പറയുന്നതെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ ചിന്താഗതി പോലെയാണ് ദുൽഖർ സൽമാനെതിരെയും മമ്മൂക്കയ്ക്കെതിരെയും ഒക്കെ ഇവരുടെ ഈ പരാതികളും പരാമർശങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇവർ അഴിച്ചുവിടുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. കാരണം കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റും, അതായത് ഒരാൾക്ക് ഇരുട്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനും, ഞാൻ കണ്ണടച്ച ഉടനെ ലോകം മുഴുവനും ഇരുട്ടാണ്, ഇരുട്ട് പരക്കുകയാണ്, ഒരിക്കലും പ്രകാശം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന രീതി ഒന്നും അത്ര നല്ലതൊന്നുമല്ല. അതാണ് സംഖ്യകളുടെ രീതി, അല്ലെങ്കിൽ സംഖ്യകളുടെ വിചാരം. അവർ വിചാരിക്കുന്ന അവർ കണ്ണടച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഇരുട്ടാവും, ജനങ്ങൾക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ്. ജനങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്, എല്ലാം നല്ല പകൽ പോലെ വ്യക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ മറ്റുള്ള അനുബന്ധ വിഷയങ്ങൾ വന്നിരിക്കുന്ന പരാതികളും കേസുകളും ഒക്കെ അത് സംഖ്യകളുടെ ഇടപെടൽ തന്നെയാണ്. ഈ ഒരു ചോറിന്റെ വിഷയത്തിലും സംഖ്യകൾ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. കാരണം സംഖ്യകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. അതായത് എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ദുൽഖറിനെ കൊടുക്കാൻ സാധിക്കുക, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഇതൊക്കെ സംഖ്യകൾ ഇങ്ങനെ പരതി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ദുൽഖർ സൽമാനെതിരെയുള്ള ഒരു പരാതി, അല്ലെ ദുൽഖർ സൽമാനെ ഇങ്ങനത്തെ ഒരു തെളിവ് സഹിതം ഒരാൾ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആളിനെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഇവന്മാർ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയും ദുൽഖർ സൽമാന്റെ സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ തന്നെയാണ്. ദുൽഖർ സൽമാൻ വീണ്ടും കോടികൾ അടിക്കാൻ പോവുകയാണ്. ലോക സിനിമ ഇറങ്ങിയ ആ ഒരു കോടികൾ വാരിയ ഒരു കളക്ഷന്റെ ആ ഒരു സംഭവത്തിനൊക്കെ പിന്നാലെയാണ് EDയെയും അതേപോലെ തന്നെ കസ്റ്റംസിനെയും ഒക്കെ ദുൽഖറിന്റെ മമ്മൂക്കയുടെ ഒക്കെ വീട്ടിലേക്ക് ഇവന്മാർ പറഞ്ഞയച്ചത്. ആരാണ്? സംഖ്യകൾ പറഞ്ഞയച്ചത്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ആ പടം ഇറങ്ങി വൻ വിജയമായി. EDകൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു, കസ്റ്റംസ് കയറി ചെല്ലുന്നു, എന്നിട്ടൊന്നും കിട്ടില്ല, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് ആ വണ്ടി തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തതല്ല, ദുൽഖർ വാങ്ങിയതാണ്. അതായത് അച്ഛന് കൊടുത്ത വാക്ക് പാലിച്ചൊരു മകനെ പോലെ, ബാപ്പയ്ക്ക് കൊടുത്തൊരു വാക്ക് പാലിച്ച മകനെ പോലെ ദുൽഖർ ആ വാഹനം തിരികെ എടുത്തു. അങ്ങനെ തിരികെ എടുത്ത് ദുൽഖറിന്റെ ഗ്യാരേജിൽ ആ വാഹനം വീണ്ടും കിടപ്പുണ്ട്. അത് 369 ഗ്യാരേജിൽ ആ വാഹനം കിടപ്പുണ്ട്. അത് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വാഹനം എടുത്തിട്ട് ഓടിക്കാനുള്ള ഒരു അനുമതി കസ്റ്റംസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞ വാർത്തകൾ വെച്ചിട്ട് അങ്ങനെയാണ്. അതായത് ആ വാഹനം താങ്കൾ എടുത്തുകൊണ്ട് പൊക്കോളൂ, പക്ഷേ നിരത്തിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അനുമതി വേണം, ഞങ്ങൾ എപ്പോൾ പറയുന്നു അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം നിരത്തിൽ ഇറക്കാം എന്നൊക്കെയാണ് സംഖ്യകൾ മെഴുകിയിട്ടുള്ളത്, അല്ലെങ്കിൽ സംഖ്യ പുത്രന്മാർ പറയുന്നത്. ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ വീട്ടിൽ കയറി നിരങ്ങി ഇറങ്ങിയിട്ട് എന്താണ് അവിടെ നിന്ന് കിട്ടിയത്? എന്തെങ്കിലും കിട്ടിയോ? ആട് കിടക്കുന്നിടത്ത് ഒരു കൂടെങ്കിലും ഉണ്ടാവേണ്ട സാറുമാരെ, അതിൽ എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. കാരണം 369 ഗ്യാരേജിന്റെ ആ ഒരു ഗേറ്റും തുറന്നുകൊണ്ട് നാളിതുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അങ്ങോട്ടേക്ക് അധികാരം കാണിച്ചുകൊണ്ടോ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടോ കയറി ചെന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ആളുകൾ കയറി ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. പരിഹാസ്യരായിട്ട്, അപഹസ്യരായിട്ട്, വൃത്തികെട്ട ആളുകളായിട്ട് തന്നെ അവിടെ നിന്ന് തിരികെ ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ഇതിനെയൊക്കെ ചാത്തന്മാരുടെ സേവയിൽ കൂടിയാണ് മമ്മൂക്കയ്ക്കും ദുൽഖറിനും ഒക്കെ ഈ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുക, ഇതിലൊരു ചാത്തൻ സേവയോ ഒന്നുമില്ല. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, ആ നടന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നല്ല യൗവനം തുളുമ്പുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നല്ല ഒരു കൗമാരപ്രായം പോലെയൊക്കെ ഉള്ള രീതിയിൽ നടക്കുന്നത്. വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു സാധനം അത് ശരീരത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ, മനസ്സിനെ ബാധിക്കില്ല. മമ്മൂക്ക പറയുന്ന ഒരു വീഡിയോയില്, മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂവില് മമ്മൂക്ക അതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമുക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സും അതിനൊപ്പം തന്നെ നമ്മൾ അങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രായം ചെന്ന് ഈ ഒരു വാർദ്ധക്യാവസ്ഥയിൽ അത് നമുക്ക് പിടിപെട്ട് നമ്മൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ ശാന്തമാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ കൂളാക്കി വെക്കുന്നത്, അപ്പം മുതൽ നമ്മുടെ വാർദ്ധക്യം അല്ലെങ്കിൽ നമ്മുടെ പ്രായം എന്ന് പറയുന്ന സാധനം അതൊക്കെ യൗവനമായിട്ടൊക്കെ മാറും എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്ക പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ എന്തായാലും മമ്മൂക്ക അതിനെ പറ്റി പറയുന്നത് ഞാനൊന്ന് പ്ലേ ചെയ്യാം, അതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കാണ് പ്രായമാകുന്നത്. നമ്മുടെ ചിന്തകൾക്കൊന്നും ഒരു പൈസയുടെ പ്രായമാകില്ല, അനുവദിക്കുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. നമുക്ക് ഫിസിക്കലി ചിലത് പറ്റാതിരുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ധാരണകൾക്കോ ചിന്തകൾക്കോ അറിവിനോ ഒക്കെ പരിധി ഉണ്ടെങ്കിൽ പോലും ആഗ്രഹങ്ങൾക്കൊന്നും എൻ്റെ ഇമേജിൽ തകരാറാവുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മീൻസ് ആ സെൽഫുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. മറ്റത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, സാധിക്കുക എന്നുള്ളത്. ഇത്
ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. കണ്ടില്ലേ, പ്രായമെന്ന് പറയുന്നത് ശരീരത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അത് മനസ്സിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും പ്രായം അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശാന്തമാക്കി വെക്കുക, മനസ്സെപ്പോഴും യൗവനമാക്കി വെക്കുക, മനസ്സെപ്പോഴും ചിന്താഗതികളൊക്കെ അത് ചെറുപ്പമാക്കി തന്നെ വെക്കുക. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും യൗവനമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് മമ്മൂക്ക പറയുന്നത്. ശരീരത്തിൽ പലതും പ്രകടമാണ്, ശരീരം വെച്ചിട്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റെ നമ്പർ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് സംഖ്യ വെച്ചിട്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, ആ നടന്റെ അഭിനയ വൈഭവം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ ഇപ്പോഴും അത് വളരെ പ്രകടമാണെന്നുള്ളതും ഓരോ മുടിയിഴകൾ പോലും അഭിനയിക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഓരോ സിനിമയിലും മമ്മൂക്കയുടെ ഓരോ പ്രവൃത്തികളിൽ, മമ്മൂക്കയുടെ ഓരോ ചെയ്തികളിൽ, മമ്മൂക്കയുടെ ഓരോ സിറ്റുവേഷൻസിൽ, ഓരോ സീൻസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത്രയും അതുല്യനായ ഒരു കലാകാരൻ, അത്രയും അഭിനയത്തിനോട് അതിയായ അഭിനിവേശമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ചാത്തൻ സേവ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത, പല ഒരു വൃത്തികെട്ട പരാമർശങ്ങൾ, അതൊക്കെ അങ്ങ് വലിച്ചു കളഞ്ഞേക്കുക. കാരണം ഇവിടെ മമ്മൂക്കയും ദുൽഖറുമൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് ഒരു ചാത്തന്റെയും ഒരാളുടെ ആവശ്യമില്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നും ഏത് രീതിയിൽ ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും അത് എങ്ങനത്തെ രീതിയിൽ ചെയ്യണമെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ ദുൽഖർ സൽമാനെതിരെയുള്ള പരാമർശം അല്ല പരാതിയുടെ 3ാം ഘട്ടമാണ്. ഈ ഘട്ടങ്ങൾ തീരുമ്പോൾ എന്താണ് അതിന്റെ ഫൈനൽ വരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും താരരാജാവിന്റെ മകനിട്ട് കളിച്ചവന്മാര് ഏതോന്മാരാണെന്നുണ്ടെങ്കിലും അതിനെ കൊണ്ടും ഉത്തരം പറയിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.